ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ സ്വീകാര്യത ഉള്ളവരായിരുന്നു പാകിസ്ഥാനികൾ. അധികം വിദ്യാഭ്യാസമില്ലാത്ത ഭൂരിഭാഗം പാകിസ്ഥാനികളും കടുത്ത ശാരീരിക അധ്വാനമുള്ള ജോലികളാണ് ചെയ്തിരുന്നത്. പിന്നീട് പലരും ലൈസൻസ് എടുത്ത് ഡ്രൈവർമാരായി ജോലി ചെയ്യും. വിദ്യാഭ്യാസമുള്ള അപൂർവം പാകിസ്ഥാനികൾ ബാങ്കിംഗ് മേഖലയിലും IT മേഖലയിലുമൊക്കെ ഉയർന്ന ജോലികളും ചെയ്യുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ നിന്നുള്ള സംഘടിത ഭിക്ഷാടന മാഫിയകളുടെ ശല്യം കാരണം ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാനികൾക്ക് വിസ നൽകുന്നത് നിർത്തിവച്ചതായാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത്. പാകിസ്ഥാനിലെ യാചക ശൃംഖലകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവർ സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് വീടുകൾ വാങ്ങുന്നതായും വ്യക്തമാക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഖ്വാജ ആസിഫിൻ്റെ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞതിനാൽ നിലവിൽ ഈ വീഡിയോ ഇന്ത്യയിൽ ലഭിക്കില്ല. യാചക മാഫിയയെ വിദേശത്തേക്ക് കടത്തുന്നതിൽ പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളിലെ ജീവനക്കാർക്കും പോലീസിനും പങ്കുണ്ടെന്നും പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പിന്തുണ ഇല്ലാതെ ഈ ബിസിനസ് നടക്കില്ലെന്നും ഖ്വാജ ആസിഫ് സമ്മതിക്കുകയും ചെയ്തു. മന്ത്രി പങ്കുവച്ച ആ വീഡിയോയിൽ ഫൈസലാബാദിൽ സ്വന്തമായി വീടുള്ള ഒരു കുടുംബത്തിലെ കുട്ടികൾ ഭിക്ഷാടനത്തിലൂടെ പ്രതിദിനം ശരാശരി 12,000 പാകിസ്ഥാൻ രൂപ സമ്പാദിക്കുന്നതായി പറയുന്നുണ്ട്. ഭിക്ഷാടനത്തിന് പുറമെ മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ പാകിസ്ഥാനികൾ വ്യാപകമായി പിടിക്കപ്പെടുന്നതും ഈ വിസ നിയന്ത്രണങ്ങൾക്ക് ഒരു കാരണമായിട്ടുണ്ട്. കുട്ടികളെയും സ്ത്രീകളെയും വ്യാജ അംഗവൈകല്യമുള്ളവരെയും റിക്രൂട്ട് ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന ഇടനിലക്കാരും കരാറുകാരും പാകിസ്ഥാനിലുണ്ട്. ഇതേ മാഫിയയാണ് ആയിരക്കണക്കിന് യാചകരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. യാചക ശല്യം സഹിക്കവയ്യാതെ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാനികൾക്ക് വിസ നൽകുന്നത് കർശനമായി നിയന്ത്രിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബർ മുതൽ പാകിസ്ഥാനിലെ 30ഓളം നഗരങ്ങളിൽ നിന്നുള്ളവർക്ക് ഗൾഫ് രാജ്യങ്ങൾ അനിശ്ചിതകാല വിസ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2019നും 2025നും ഇടയിൽ ഭിക്ഷാടനം ഉൾപ്പെടെയുള്ള വിവിധ കുറ്റങ്ങൾ ചുമത്തി ഏതാണ്ട് 8,000 പാകിസ്ഥാനികളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തിയിട്ടുണ്ട്. 2025 മാത്രം ഏകദേശം 24,000 പാകിസ്ഥാനി പൗരന്മാരെ സൗദി അറേബ്യ തിരിച്ചയച്ചു എന്നാണ് കണക്കുകൾ. തുടർച്ചയായി ഭിക്ഷാടനം നടത്തുന്ന പാകിസ്ഥാൻ പൗരന്മാർ അറസ്റ്റിലായതോടെയാണ് UAE പാകിസ്ഥാൻ പൗരന്മാർക്ക് കർശനമായ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സംഘടിത യാചക സംഘങ്ങളെയും നിയമവിരുദ്ധ കുടിയേറ്റക്കാരെയും തടയുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം പാക് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി 66,000-ൽ കൂടുതൽ യാത്രക്കാരെയാണ് വിമാനത്താവളങ്ങളിൽ നിന്നും തിരികെ അയച്ചത്. അതിലെ 50,000 പേരും വർക്ക് വിസ, ടൂറിസ്റ്റ് വിസ, ഉംറ വിസ എന്നിവ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചവരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ യാചക സംഘങ്ങൾ പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ സാരമായി ബാധിക്കുന്നതായി FIA ഡയറക്ടർ ജനറൽ പാർലമെൻ്ററി സമിതിയെ അറിയിക്കുകയും ചെയ്തു. സൗദി അറേബ്യയ്ക്കും UAEക്കും പുറമെ ആഫ്രിക്ക, കംബോഡിയ, തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്കും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ യാത്രകൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ ഭിക്ഷാടനം ഇപ്പോൾ ദരിദ്രർ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. അവിടുത്തെ സ്വാധീനമുള്ള വ്യക്തികൾ നിയന്ത്രിക്കുന്ന മാഫിയ സംവിധാനമാണ് ഇപ്പോൾ ഭിക്ഷാടനം കൈകാര്യം ചെയ്യുന്നത്. നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ ഇവരുടെ നിയന്ത്രണത്തിലാണ്. അറസ്റ്റിലായാൽ പുറത്തിറക്കാൻ ഒരുപാട് വക്കീൽമാരും ഈ ഭിക്ഷാടന മാഫിയകൾക്കുണ്ട്. പാകിസ്ഥാനിൽ പലയിടത്തും ഭിക്ഷാടനത്തെ ഒരു വ്യാപാരമായാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലൂടെ വലിയ സമ്പാദ്യമുണ്ടാക്കുന്നവർ പണം പലിശക്ക് കൊടുക്കുന്നവരായി വരെ മാറിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭിക്ഷാടകരെ സംഘമായി അയക്കുകയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ മറ്റ് കടുത്ത നിബന്ധനകളോ ആവശ്യമില്ലാത്ത തീർത്ഥാടക വിസയിലാണ് ഇവർ അതിനായി ഉപയോഗിക്കുന്നത്. സൗദി അറേബ്യയിലേക്കാണ് ഇത്തരത്തിൽ കൂടുതൽ പേർ പോകുന്നത്. ഭിക്ഷാടനത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി ഏജൻറ്റുമാർക്ക് നൽകാം എന്നൊരു കരാറിലാണ് ഇവർ വിദേശത്തേക്ക് കടക്കുന്നത്.